നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അധികാരപരിധി വർദ്ധിക്കുവാനിടയുണ്ട്. എന്നാൽ കൃത്യമായുള്ള രീതിയിൽ അംഗീകാരവും തൃപ്തിയായിട്ടുള്ള സ്ഥലത്തേക്ക് സ്ഥാനമാറ്റവും ഉണ്ടാവുക എന്നത് ഒരു പക്ഷേ മെയ് മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസമാക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കാത്ത പക്ഷം മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷ നൽകുവാനിടവരും. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ധനാഢ്യനാണെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിക്കാൻ അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും കഴിഞ്ഞ 7-8 മാസമായിട്ട് പല മാസങ്ങളിലും കടം വാങ്ങുവാനുള്ള തീരുമാനവും സാഹചര്യങ്ങളും ഈ ഒരു മാസവും അത് തുടരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാർച്ച് മാസം മുതൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പിന്മാറി തിരിച്ചടവിനുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. പുതിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഉപകാര സ്മരണ നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ ഇനി മുതൽ 2 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ മറ്റ് ചില ജോലികളെ സംബന്ധിച്ച് ആലോചിക്കുകയും അതായത് ഭാവിയിലേക്ക് ധാരാളം ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടും കരാർ ജോലിയോട് ബന്ധപ്പെട്ടും കഴിഞ്ഞ 8 മാസമായിട്ട് പലവിധത്തിലുള്ള നഷ്ടകഷ്ടങ്ങൾ വന്നു ചേരുകയും ഒരുപക്ഷെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശവും ഉപദേശവും തേടാതെ പല കാര്യങ്ങളും അബദ്ധങ്ങളിൽ നിന്നും പിന്മാറുവാനോ അല്ലെങ്കിൽ രക്ഷപ്പെടുവാനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ സ്ഥാപനത്തിന്റെ കൂടുതൽ ഷെയറുകളും മറ്റുള്ളവർക്ക് കൈമാറേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. ഇങ്ങനെയുള്ള ഒരു അവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും. വിജ്ഞാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. അമിത വേഗതയുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്ര പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും ബന്ധുക്കളും സ്വന്തക്കാരും സഹപ്രവർത്തകരും ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും അതിൻ്റെ അർത്ഥമൂല്യത്തോടുകൂടി അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് എല്ലാ പ്രകാരത്തിലും യോഗമുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും വിചാരിച്ച പോലെ നേട്ടമില്ല എന്ന് വിചാരിച്ച് നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. അർത്ഥശൂന്യമായിട്ടുള്ള പല വിധത്തിലുള്ള ആശയങ്ങളും ചിന്താമണ്ഡലത്തിൽ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും വളരെ ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചും കൊണ്ടും മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടി സ്വീകരിച്ചുകൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഭാവിയിലേക്ക് വന്നു ചേരുവാൻ ഇടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. നിലവിലുള്ള ഗ്രഹത്തിൽ ഉദ്ദേശിച്ച പോലെ ഉയർച്ചയോ സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പോ സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുവാൻ തീരുമാനിക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. കുടുംബാംഗങ്ങളുടെ മനോവ്യാകുലതകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അവർക്ക് ഇനി മുതൽ അച്ഛനമ്മമാരോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മേലധികാരി വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത ദൗത്യത്തിന്റെ ഒരു വിഭാഗം ഏറ്റെടുക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങളുടെ ഉപകലാ ജോലികൾ ഏറ്റെടുക്കുവാനോ സാഹചര്യങ്ങൾ ഉണ്ടാകും.
പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനിടവരുമെങ്കിൽ പോലും പല ജോലിക്കാർക്കും തൃപ്തികരമല്ല എന്ന് മനസ്സിലാക്കിയുകൊണ്ട് വിദഗ്ധമായുള്ള നിർദ്ദേശം ഉപദേശം നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അന്തിമമായിട്ട് അവർക്ക് തന്നെയാണ് നേട്ടം എന്ന് മനസ്സിലാക്കുന്നതിന്റെ വെളിച്ചത്തിൽ കാലതാമസം ഉണ്ടാകുമെങ്കിൽ പോലും അവരിൽ നിന്നും അന്തിമമായിട്ട് അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഡിസംബർ മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങളും ഔദ്യോഗികമായുള്ള ചുമതലകളും ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ചെയ്തു തീർക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാം എന്ന ധാരണയൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അവസരങ്ങൾ ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ പലപ്പോഴും മനോവ്യാകുലത വന്നു ചേരുവാൻ ഇടയുണ്ട്. ഏത് പ്രകാരത്തിലും ഈ ഒരു കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം അന്തിമമായിട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. ചില കാര്യങ്ങളൊക്കെ തന്നെ ആ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അവസ്ഥ അങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മെയ് ജൂൺ മാസത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വേണ്ടി വരുവാൻ യോഗമുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടവരുമെങ്കിൽ പോലും ദൂരദേശവാസം വേണ്ടിവരും. ഒരുപക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്തേക്ക് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുവാനും ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ അവർക്ക് അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട്. കാർഷികമായുള്ള മേഖലകളിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടും കൃഷി വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി പുതിയതായിട്ടുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും അവസരം ഉണ്ടാകും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തിൽ തന്നെ കോഴ്സുകളൊക്കെ തീരുവാനും ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഒരുപക്ഷെ മെയ് ജൂൺ വരെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജോലിക്ക് പരിശ്രമിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ ഇടവരും. ഉത്തരവാദിത്വമില്ലാത്ത ജോലിക്കാരെ പിരിച്ചുവിടുവാനും ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനും അവസരം വന്നു ചേരും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നത് വഴി മെയ് ജൂണോട് കൂടിയിട്ട് ഒരുപക്ഷെ ചില കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനോ കരാർ ജോലിയിൽ ഏർപ്പെടുവാനോ മറ്റു ചിലർക്ക് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാൻ തക്കവണ്ണം തന്നെ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാസ്തവ വിരുദ്ധമായുള്ള പല തോന്നലുകളും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും അതിനെല്ലാം തന്നെ അതിജീവിക്കാൻ സാധ്യത കാണുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. അദൃശ്യമായ ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. മെയ് ജൂൺ എന്നീ മാസകാലങ്ങളിൽ അന്യദേശത്തോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം കൂടുതൽ സൗകര്യപ്പെടുത്താൻ സാധിക്കും, ഒരു മുറി കൂടുതൽ എടുക്കാൻ സാധിക്കും എന്ന ധാരണയോടുകൂടി തന്നെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാധ്യതകൾ പോലും കാണുന്നതുമുണ്ട്. വിദഗ്ധമായുള്ള ചികിത്സകളാലും വിശ്രമത്താലും സന്താന സൗഭാഗ്യത്തിന് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അവിസ്മരണീയമായുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഭരണ സംവിധാനത്തിൽ കഴിഞ്ഞ അത്രയും കാലം പ്രവർത്തിച്ചതിന്റെ പുതിയതായിട്ടുള്ള ഒരു ആശയങ്ങളും പൗരാണിക സമ്പ്രദായവും ഭാവിയിലേക്ക് ഗുണകരമായുള്ള പല വിധത്തിലുള്ള പദ്ധതികളും സമർപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മേലധികാരികൾക്കും ഉടമസ്ഥർക്കും
ഒരേപോലെ തൃപ്തികരമാണ് എന്ന ധാരണയോടുകൂടി തന്നെ അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ പ്രവർത്തന തലത്തിൽ അവലംബിക്കുക 4 മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. ആശ്രയിക്കുന്ന ജീവിതം അല്ലെങ്കിൽ ആശ്രയിക്കുന്ന ജോലി ഉപേക്ഷിച്ച് സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലിൽ ഏർപ്പെട്ടാലോ എന്ന് പലർക്കും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഉണ്ടായിത്തീരാം. എന്നാൽ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു കർമ്മമണ്ഡലങ്ങൾക്ക് പണം മുതൽമുടക്കുന്നത് ജൂൺ മാസം വരെ അത്ര ഗുണകരമല്ല എന്ന ധാരണയോടുകൂടി തൽക്കാലത്തേക്ക് ജോലി രാജിവെക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ സാധ്യത കാണുന്നു. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. സഹപാഠികളോടൊപ്പം മാർച്ച് മാസത്തിലൊടുവിൽ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ വിനോദയാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടവരും. ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയ ഭരണ സംവിധാനം ആവിഷ്കരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മംഗളവേളകളിൽ വെച്ച് വിശിഷ്ട വ്യക്തികളെ കാണുവാനും പരിചയപ്പെടുവാനും പുതിയ ആശയവിനിമയങ്ങൾ നടത്തുവാനും സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഓർമ്മിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും പരീക്ഷ കഴിവോളം പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തുവാനും ഏൽപ്പിക്കുവാനിടവരും. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനിടവരുമെങ്കിൽ പോലും ഒരു പക്ഷേ സുതാര്യത കുറവിനാൽ തൽക്കാലത്തേക്ക് പിന്മാറാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വ്യാവസായികമായുള്ള മേഖലയിൽ നിന്നും പിന്മാറി വ്യാപാര വിപണന വിതരണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഒരുപക്ഷെ പണം മുതൽ മുടക്കുന്നവരുടെ ഒരു ഭരണ സംവിധാനം ഏറ്റെടുക്കുക, ഇങ്ങനെയുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു വളരെ സംശയാസ്പദമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ അനുഭവജ്ഞാനമുള്ളവരുടെയും വിദഗ്ധരുടെയും നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുന്ന കാര്യങ്ങളിൽ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിൽ ചേരുവാനുള്ള ഒരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ 1 വർഷത്തെ പഠിപ്പായിരിക്കാം, അതല്ല ആഗോളതലത്തിൽ അംഗീകൃതമായിട്ടുള്ള പാഠ്യപദ്ധതിയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പാഠ്യപദ്ധതിക്ക് ചേരുന്നത് 2 വർഷത്തെ കോഴ്സാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒരു അവസരത്തെ സ്വീകരിക്കാം. അതിന് തക്കവണ്ണം ബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്നത് പോലും ഗുണകരമായി തീരുവാൻ തന്നെയാണ്. ഒരു അർദ്ധമനസ്സോടുകൂടിയാണ് ഈ ചിന്തകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഇതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.